ഇതെല്ലാം പഠനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ സ്ത്രീകൾക്കുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള ഒരു കടന്നുകയറ്റത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ചട്ടക്കൂടിനെ എങ്ങനെ മറികടക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതൊരു മരുന്നല്ല, ക്യാപ്സൂൾ പോലെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ അടുത്തിടെ ഒരു കൊച്ചുകുട്ടിയുടെ സംസാരം ഞാൻ കേൾക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുള്ള ചില ശീലങ്ങളുടെ, ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് സമൂഹത്തിൽ ഇന്നും ഈ 2011 എത്തുമ്പോഴും സ്വാതന്ത്ര്യവാദത്തിന് വേണ്ടി ഒരു കൂട്ടം സ്ത്രീകൾ മുതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതെവിടെ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ പരിശോധിക്കണം. എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അടുത്തിടെ ഒരു കൊച്ചു പയ്യൻ, 3.5 വയസ്സ് 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ ബോളെറിഞ്ഞ് കളിക്കുമ്പോൾ ഒരു പെൺകുട്ടി അതിലൂടെ കടന്നുപോയി. ഞാൻ പറഞ്ഞു, ആ കുട്ടിയെയും കൂട്ടി ക്രിക്കറ്റ് കളിക്കും. ഇത് ആണുങ്ങൾക്കുള്ള കളിയാണ് എന്നാണ് 3.5 വയസ്സുകാരനായ ഒരു കുട്ടി പറഞ്ഞത്. ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അഭിമാനക്കുറവിന്റെ കാര്യമില്ല. പക്ഷെ ഞാനെന്ന ആണ്, അല്ലെങ്കിൽ ഞാനെന്ന പെണ്ണ്, ഞാൻ ആണാണെങ്കിൽ ഞാൻ മദ്യപാനിയായിരിക്കണം, ഞാനൊരു ഗുണ്ടയായിരിക്കണം, സ്ത്രീകളെ പങ്കെടുക്കുന്നവരായിരിക്കണം, അവരെ വിവേചനത്തോടെ നോക്കുന്നവരായിരിക്കണം, അവരെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരായിരിക്കണം എന്നുള്ളൊരു ബോധം ഒരു കുട്ടിയെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ അപകടകരമാണ്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ പെണ്ണെന്നാലെ അനുസരിക്കാൻ മാത്രമുള്ളതാണ്. അഭിപ്രായം പറയുന്നത് തെറ്റാണ് എന്ന് ധരിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ വളരെ മോശമായ പ്രവണതയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൊച്ചുകുട്ടികളെ തന്നെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വേർതിരിവും അവിടെ നമ്മൾ തുടങ്ങുകയാണ്. ഇല്ല നമുക്ക് പറയാൻ വേണ്ടി കഴിയും. നിലവിൽ വലിയൊരു ചട്ടക്കൂടി നമ്മൾ എത്തി നിൽക്കുന്നു. ഇവിടെ മുൻപ് സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞതുപോലെ ആ ചട്ടക്കൂട് എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിച്ച് പുറത്തു കടക്കാൻ കഴിയില്ല. സ്ത്രീകൾക്ക് വീട്ടുജോലികൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുപോലെ കുട്ടികളുടെയും ഭർത്താവിന്റെയും, അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ്. പക്ഷെ ആ സാഹചര്യങ്ങളെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ സ്വാതന്ത്ര്യവാദം പറഞ്ഞു നടന്നാൽ മാത്രം പോരാ. അതിന്റെ ഒരു പ്രത്യേകത സമൂഹത്തിൽ ആത്യന്തികമായ ഒരു ബോധവൽക്കരണം വേണമെന്നുള്ളതാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു വിഷയം മാത്രമായി കാണാതെ ഒരു സമൂഹത്തെ പൊതുവിൽ ബോധവൽക്കരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് സ്വാതന്ത്ര്യവാദത്തിൽ സ്ത്രീകളുടെ പങ്കിനെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്നു. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ വളരെ ഒരു പ്രധാനപ്പെട്ട സംവാദങ്ങളും ചർച്ചകളും നടക്കുമ്പോൾ അതേ സമയത്ത് മറ്റൊരു ചാനലിൽ ഒരു സീരിയലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും കാണാൻ ആഗ്രഹിക്കുന്നത് ഈ അവിഹിത ഗർഭങ്ങളുടെ കഥ പറയുന്ന സീരിയലുകളായിരിക്കും എന്നൊരു തർക്കമില്ല. എന്നാൽ നമ്മുടെ പോലുള്ള നിലവാരത്തിൽ വരെ വരേണ്ട ചില കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുമെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അരക്ഷിതരായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തർക്കവുമില്ല. പുരുഷന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ദുരിതങ്ങളും ദുഃഖങ്ങളും സ്ത്രീകൾക്ക് മാത്രമായി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരാരും എതിർക്കാനിടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് കാരണം അവരുടെ മക്കൾ, പെൺമക്കൾ, ഭാര്യമാർ, സഹോദരിമാർ അനുഭവിക്കുന്ന അനുഭവങ്ങൾ അവരുമായി പങ്കിടുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. തൊഴിലിടങ്ങളിൽ അസ്വാതന്ത്ര്യമുണ്ട്, തുല്യ ജോലിക്ക് തുല്യ കൂലി കിട്ടാത്ത അവസ്ഥയുണ്ട്. ഒരുപക്ഷെ ഒരു വീടിനകത്ത് എല്ലാവരും കൂടെ അഭിപ്രായം പറയുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ എന്നവരുടെ അഭിപ്രായം പറഞ്ഞാൽ അതിന് വിലയില്ലാതെ പോകുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ അവർ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിന് ഏറ്റവും നന്നായി ഒരു പരിഹാരമാർഗം എന്ന നിലയിൽ ഒരു തീരുമാനം പറഞ്ഞാൽ പോലും അംഗീകരിക്കപ്പെടാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ബോധ നിലവാരത്തിന്റെ പ്രശ്നമാണ്.
സ്ത്രീ എന്നാൽ ഇങ്ങനെയാണ്, പുരുഷന്മാർ അങ്ങനെയാണെന്ന് പുരുഷനും സ്ത്രീയും സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഗുണപരമായ മാറ്റത്തെ ഇല്ലാതെയാക്കുവാനുള്ള ഒരു പരിശ്രമമാണ്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ വിവിധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടന. അവരുടെ നിലപാടുകളെ പരിശോധിച്ചാൽ എനിക്ക് മുന്നേ സംസാരിച്ചവരുടെ നിലപാടുകളോട് കുറച്ച് യോജിക്കാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം. പുരോഗമനവാദം പറയുമ്പോൾ സ്ത്രീകളുടെ ഇടപെടലിന്റെ ശേഷി അല്ലെങ്കിൽ സ്വതന്ത്രമായി അവർക്ക് അഭിപ്രായം പറയാൻ, വർത്തമാന കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ, സമൂഹത്തിൽ ഇടപെടാൻ, അങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ, നേതൃത്വത്തിലേക്ക് വരാൻ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വലിയ പരിശ്രമം വേണ്ടി വരും. ഇതിന്റെ എല്ലാ പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിൽ പൊതുവെ ഉണ്ടായിട്ടുള്ള പുരുഷ കേന്ദ്രീകൃതമായ ചട്ടങ്ങളാണ്. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ മാറി നിങ്ങൾ വസ്ത്രം ധരിക്കും, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം കഴുകണമെന്ന് ഇത് നമ്മുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞ് ഒരു പക്ഷേ അവർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയും. ഇത് നിങ്ങളുടെ വീടിനകത്ത് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീകളാണ്. നാളെ മുതൽ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്കതിന് കഴിയില്ല. പക്ഷേ അതൊരു മാറ്റം ഉണ്ടാക്കേണ്ട കാര്യമാണ്. മാറി വരേണ്ട അധികമായിട്ടുള്ള ഭാരം തുല്യ പങ്കാളിത്തത്തോടുകൂടി തുല്യമായി പങ്കിട്ടുകൊണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും ബാധ്യതയും ഭാരം കുറച്ചുകൊണ്ട് കുറച്ചുകൂടി സ്വതന്ത്രമായ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് ഒരു സമൂഹം വരേണ്ടതുണ്ട്. പിന്നേറിൽ വന്ന ചട്ടക്കൂട് പൊട്ടിച്ച് പെട്ടെന്ന് മാറാൻ പറഞ്ഞാൽ സ്ത്രീക്ക് പുരുഷൻ കഴിയും. പക്ഷേ അത് മാറ്റിത്തരേണ്ടതാണ്. ഒരു പുരോഗമനത്തിന്റെ പാതയിൽ അത് നേടിയെടുക്കേണ്ടതാണ്. അവിടെ വേർതിരില്ലാത്ത ഒരു മാനസിക നില നമ്മുടെ സമൂഹത്തിലുണ്ടാകും. സ്ത്രീ ചരക്കായി, ഉപഭോഗ വസ്തുവായി, മോശമായി ഒക്കെ ചിത്രീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതങ്ങനെയല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ, അതങ്ങനെയല്ല എന്നൊരു ചിന്ത സമൂഹത്തിൽ പൊതുവിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയുന്നത് എന്തായാലും അങ്ങനെ കഴിയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള ഒരു പ്രശ്നമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ കെണിയിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽ കത്തിവെക്കുന്നത് നമ്മുടെ വീട് തന്നെയാണ്. നമുക്കറിയാം, ഒരു പെൺകുട്ടി, ഊർജ്ജസ്വലയായ ഒരു പെൺകുട്ടി, ആരോഗ്യമുണ്ട്, ചുറുചുറുക്കുണ്ട്, വളരെ വേഗത്തിൽ നടന്നുപോയാൽ നമ്മുടെ വീട്ടിലെ അമ്മമാർ പെട്ടെന്ന് പറയും, അങ്ങനെ നടക്കാൻ പാടില്ല. അവിടെ തുടങ്ങുന്നു അസ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രയോജനം. അരുത് എന്ന് പറഞ്ഞ് വിലക്കുകയാണ്. പെൺകുട്ടികൾ കമർന്നു കിടന്നാൽ എന്താ വീട്ടുകാർ പറയും? ധിക്കാരി എന്ന് പറയും. ഒന്ന് വളർന്നു കിടന്ന് എല്ലാവർക്കും വളർന്ന് സുഖമായി കിടക്കാൻ സാഹചര്യമൊക്കെ നോക്കി അത് മാത്രമുള്ളതാണ്. അങ്ങനെ കിടന്നാലും വീട്ടിലുള്ള പ്രായം ചെന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ പറയും അവൾ തന്റെ അടിയാണ്, നിശ്ചയതയാണെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. നിവർന്നു നിന്നാൽ ഇട്ടലെന്നും കുനിഞ്ഞു നിന്നാൽ തൊഴിലെന്നും അങ്ങനെ പറയാൻ പാടില്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീക്കായാലും ഒരു പുരുഷനായാലും ചെറുപ്പത്തിൽ എന്തെല്ലാം കഴിയുന്നു, സ്പീഡിൽ നടക്കാൻ കഴിയുന്നുവെങ്കിൽ അവൾ സ്പീഡിൽ നടക്കുന്ന ഒരു സാധാരണ പ്രക്രിയ മാത്രമായി കാണാനുള്ള ഒരു സാമൂഹ്യ ചിന്ത അത് രൂപപ്പെടുന്നുവെങ്കിൽ അവിടെ വേർതിരിവിന്റെ ആഴം കുറയും. ഈ പറയുന്ന ചൂഷണങ്ങളും വിവേചനങ്ങളും സമൂഹത്തിലെ അസ്വസ്ഥതകളും കുറയും. സമൂഹത്തിൽ രൂപപ്പെടുന്ന ക്രിമിനലുകളുടെ എണ്ണം കുറയും. ഒരു തർക്കവുമില്ല. ഇതൊരു പൊതുവിഷയമാണ്, പൊതുവായി വരേണ്ടതാണ്. സമൂഹത്തിൽ ഇങ്ങനെ ഒരു സ്വഭാവം അനിവാര്യമാണ് എന്ന് ചെറുപ്പകാലം മുതലുള്ള ഒരു ബോധം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും കൊടുക്കാൻ കഴിഞ്ഞാൽ എല്ലാത്തരം കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാനുള്ള വേദി, സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയാൻ, അവിടെ വേർതിരിവുകളില്ലാതെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരവസരം ഇതെല്ലാം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കാണുന്ന അരിഷ്ടമായ അവസ്ഥ അതിന്റെ ഗുണം നമ്മുടെ പുരുഷ സഹോദരന്മാർക്കുണ്ട്. തന്റെ പെങ്ങൾ ഒരു സ്വയം പ്രാപ്തിയായി ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ എപ്പോഴും തന്റെ പെങ്ങൾക്ക് കാവലായി ഞാൻ നടക്കേണ്ടതില്ല എന്നൊരു ബോധം നമ്മുടെ സഹോദരൻ വരികയും ആ ബോധം രൂപപ്പെടുത്താൻ തങ്ങളുടെ സഹോദരിക്ക് സ്വയമായ ഒരു ശേഷി രൂപപ്പെടുകയും ചെയ്താൽ അത് ആ സഹോദരന്റെയും ആ പിതാവിന്റെയും അവരുടെ മകന്റെയും എല്ലാം ഭാരത്തെ കുറയ്ക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ കാണണം. അത്തരത്തിൽ പ്രാപ്തമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ ഏറ്റവും അടിയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അതിൻ്റെതായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകണം. ഇന്ന് നമ്മുടെ വീടിന് പുറത്തേക്ക് അല്പം ദൂരേക്ക് നമ്മുടെ പ്രായപൂർത്തിയായ ഒരു മകളെ ഒറ്റയ്ക്കൊന്ന് വിട്ടുനോക്കാൻ മാതാപിതാക്കൾക്ക് ഉത്കണ്ഠയാണ്. അതിന് കാരണമുണ്ട് നമ്മൾ കാണുന്ന ചുറ്റുപാടുകൾ അനുഭവങ്ങൾ. പക്ഷെ നമ്മൾ
മനസ്സിലാക്കണം, ഈ സമൂഹം